നമ്മൾ ഈ ചുരം കയറി വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാടിന്റെ മനസ്സിൽ എന്താണ്, വയനാടൻ ജനതയുടെ മനസ്സിൽ എന്താണ്? പ്രിയങ്ക ഫാക്ട് അവിടെ ഉണ്ടാകുമോ? പ്രത്യേകിച്ച് വയനാടിനെ ചേർത്ത് പിടിച്ചിരുന്ന നിമിഷമായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ വയനാടൻ ജനത അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി പ്രശ്നങ്ങളടക്കം വലിയ തലത്തിൽ വയനാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനൊക്കെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നു. അവരുടെ ഇടപെടൽ കൊണ്ട് അത്രയും കഴിഞ്ഞിരുന്നു. വയനാടിന്റെ മനസ്സിൽ എന്താണ് എന്ന് മഹേഷിനോട് തന്നെ നമുക്ക് ചോദിക്കാം. മഹേഷ്, നമ്മൾ ചുരം കയറി വയനാട്ടിലേക്ക് പോകുമ്പോൾ വയനാടൻ ജനതയുടെ മനസ്സിൽ 2020 എങ്ങനെയായിരുന്നു? അവരെങ്ങനെയാണ് ജനവിധി എഴുതിയത്? അവിടെ പൊതുവെ UDF-ന്റെ ഒരു കോട്ട, ഉറച്ച കോട്ട എന്നൊക്കെ പറയുന്ന വയനാട് ജില്ലയിൽ പക്ഷെ കഴിഞ്ഞ തവണ ഒരു ഫൈറ്റ് വന്നു, കാര്യമായുള്ള ഒരു ഫൈറ്റ് വന്നു. ജില്ലാ പഞ്ചായത്തിൽ 16 ഡിവിഷനിൽ 8 എന്ന നിലയിലേക്ക് പോയി. പക്ഷെ അവിടെ നറുക്കെടുപ്പിലൂടെ സംഷാദ് മരക്കാർ അവിടെ UDF-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. BJP-ക്ക് ഇല്ല, BJP അവിടെ ഇല്ല, അവിടെ വയനാട്ടിലില്ല. അപ്പോൾ UDF നഗരസഭകൾ ആകെ 3 നഗരസഭകളാണുള്ളത്. അതിൽ 2ഇടത്ത് UDF, 1ഇടത്ത് LDF എന്ന രീതിയിലേക്ക് മാറുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കുമ്പോഴും 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ. അതിൽ 2ഇടത്ത് UDF, 2ഇടത്ത് LDF. അപ്പോൾ 8 എന്ന് ജില്ലാ പഞ്ചായത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും അങ്ങനെ 2 വന്നിരിക്കുന്നു. പക്ഷേ പഞ്ചായത്തുകളിൽ കൃത്യമായ ഒരു ആധിപത്യം UDF-ന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ആകെ 23 പഞ്ചായത്തുകളിൽ 17ഇടത്ത് UDF, 6ഇടത്ത് LDF. അജി, ഇങ്ങനെ നമ്മൾ ഈ കണക്ക് പറയുമ്പോഴും ഇത് 2020-ലെ കണക്കാണല്ലോ. 2025-ലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറുകയാണ്. പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന പ്രയാസങ്ങൾ, അവരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, അജി തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിലൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ജനങ്ങളോട് നേരിട്ട് ഇടപെട്ടത്, അതിനുള്ള മാർക്കിടൽ കൂടിയാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അവിടെ വയനാട്ടിൽ. അവർ മാർക്കിടുന്നത് എങ്ങനെയായിരിക്കും മഹേഷ്? നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ വയനാട്ടിൽ ഫൈസൽ നെടുമ്പാലയുണ്ട്. ഫൈസൽ, വയനാടൻ ജനതയുടെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് പ്രിയങ്ക അവിടെ വന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. അത് വലിയ തലത്തിൽ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. വയനാടിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് കണ്ടതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രിയങ്ക മത്സരിച്ചപ്പോൾ വലിയ വിജയം കൊടുത്ത് പ്രിയങ്ക അവർ ലോക്സഭയിലേക്ക് അയച്ചു കൊടുത്തു. പക്ഷേ ലോക്സഭാ ഇലക്ഷനും നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ തമ്മിൽ ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. പക്ഷേ വയനാടൻ ജനതയ്ക്ക് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കഴിഞ്ഞ 2020-ൽ മഹേഷ് പറഞ്ഞതുപോലെ നമ്മൾ കണ്ടതാണ്. വയനാടൻ ജനതയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ്? തുടരാം ഫൈസലിന്. അജി, മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് വയനാട്ടിൽ സംഭവിച്ച ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ കുറിച്ച് തന്നെ വേണം നോക്കി ഈ ഒരു തിരഞ്ഞെടുപ്പിനെ പറയുമ്പോൾ ആദ്യം ഊന്നി പറയേണ്ടത് ആ ഒരു വിഷയം തന്നെയാണ്. നമുക്കറിയാം, സർക്കാർ പുനരധിവാസ പ്രഖ്യാപനം നടത്തി ഏറെ വൈകിട്ടാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ തുടങ്ങിയതിനു ശേഷം അതിവേഗമാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ കൽപ്പറ്റയിൽ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരിയോടുകൂടി തന്നെ പൂർണ്ണമായും ദുരന്തബാധിതർക്ക് വീട് നൽകാൻ കഴിയുമെന്നുള്ള പോസിറ്റീവ് തിങ്ക് ആദ്യമായി വയനാട്ടിലുണ്ട്. പക്ഷേ വയനാടൻ ജനത എന്ന് പറയുന്നത് എല്ലാ കാലത്തും UDF-നൊപ്പം നിൽക്കുന്ന ഒരു മനസ്സാണ് വയനാട്ടിനുള്ളത്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന് മാറ്റിവെച്ചാൽ അതിനു മുമ്പ് തന്നെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും വയനാട്ടിൽ UDF-ന് ഒരു നേരിയ മേൽക്കൈ ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കണക്ക് നമ്മൾ ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം, അതായത് ജില്ലാ പഞ്ചായത്ത് രൂപീകൃത കാലം മുതൽ UDF-നൊപ്പമായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു ഫൈറ്റ് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നു. LDF ജില്ലാ പഞ്ചായത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ 16 സീറ്റിൽ നിന്ന് 8 എന്നുള്ള തുല്യമായിക്കൊണ്ട് നേടാൻ LDF-നായി എന്നുള്ളത് LDF-ന്റെ ഒരു മേൽക്കൈയായി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർന്ന് നറുക്കെടുക്കുകയും UDF-ന്റെ സംഷാദ് മരക്കാർ പ്രസിഡന്റ് ആവുകയും ചെയ്തു. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം LDF-നൊപ്പം കിട്ടി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കെടുത്താൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് വയനാട്ടിലുള്ളത്. അതിൽ 2 LDF-ഉം 2 UDF-ഉമാണ്. മറ്റൊന്ന് നഗരസഭകളാണ്. 3 നഗരസഭകളാണ് വയനാട്ടിലുള്ളത്. അതിൽ 2 UDF-നും 1 LDF-നുമാണ്. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ കണക്കെടുത്താൽ കൃത്യമായി കൊണ്ട് തന്നെ UDF-ന്റെ ആധിപത്യം ഗ്രാമപഞ്ചായത്തുകളിൽ ഉറപ്പിക്കാൻ UDF-നായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് 2020-ലെ കണക്ക് പറയുന്നത്. 23 പഞ്ചായത്തുകളാണ് വയനാട്ടിലുള്ളത്. അതിൽ 17 നേടിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് തന്നെ UDF അവരുടെ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ 6 പഞ്ചായത്തുകളിലേക്കായി LDF ചുരുങ്ങി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നാൽ ഇത്തവണ
അത്ര എളുപ്പമാകില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറെ നാളുകളായി കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യാ പരമ്പര തന്നെ വയനാട് ജില്ലയിൽ അരങ്ങേറി. അതിനുശേഷമുണ്ടായ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തർക്കങ്ങൾ, പ്രാദേശിക തലത്തിൽ പോലും DCC പ്രസിഡന്റിനെ നേരിട്ട് വാക്ക് തർക്കത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു ഘട്ടം വയനാട്ടിലുണ്ടായി. അപ്പോൾ അതൊക്കെ കോൺഗ്രസിന്റെ ആളുകൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഈ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഉണ്ടായ വോട്ടുകളൊക്കെ ഇത്തവണ കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ സംശയമുണ്ട്. അതിനുശേഷമാണ് DCC പ്രസിഡന്റിനെ മാറ്റി TJ ഐസക്കിനെ DCC പ്രസിഡന്റായി കൊണ്ടുവരുന്ന. അതിലും ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ മറന്നേക്ക് പുറത്തു വരുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ DCC പ്രസിഡന്റായി TJ ഐസക് വരുന്നു. ഐസക്കിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് DCC പ്രസിഡന്റ്. അപ്പോൾ അതിനുശേഷം CPM-ന്റെ ഒരു കണക്കെടുത്താൽ K റഫീഖാണ് ജില്ലാ സെക്രട്ടറി. അപ്പോൾ റഫീഖിന്റെ നേതൃത്വത്തിലും ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. എന്തായാലും എളുപ്പമാകില്ല UDF-ന് ഇത്തവണത്തെ വയനാട്ടിലെ കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടത്. CPM അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളൊക്കെ തന്നെ ശരി ഫൈസൽ, നമുക്കറിയാം വയനാടിന്റെ മനസ്സിൽ എന്താണ്. എപ്പോഴും UDF-നൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ്. നേരെ